ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. 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 അല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്നേഹവാനായ കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ മഹാദയക്കായിട്ട് സ്തോത്രം, വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. അവിടുത്തെ മഹാദയ എത്രയോ വലുത്. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന് മഹത്വം, കർത്താവിന് മഹത്വം, യേശുവിന് മഹത്വം, കർത്താവിന് മഹത്വം. ആരാധനയും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം സ്വീകരിക്കുവാൻ യോഗ്യനായ സ്വർഗീയ പിതാവിന് സ്തോത്രം. അറുക്കപ്പെട്ട പിതാവ്, അറുക്കപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് മഹത്വം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച സ്വർഗീയ താതന് സ്തോത്രം. സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് സ്വർഗീയ പിതാവിന് സ്തോത്രം. ഞങ്ങളുടെ മേൽ അമ്മയേക്കാൾ ഉപരിയായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ താതന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ആശീർവദിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നിലും കുറവില്ലാത്ത വിധം തക്ക സമയത്ത് കൃപ തന്ന് ആഹാരം തന്ന് സകലവും തന്ന് ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സറാഫുകൾ അങ്ങേ പരിശുദ്ധൻ 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 എന്ന് ആർത്തുഘോഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരാധനയും സ്തുതിയും സ്വീകരിക്കുവാൻ യോഗ്യനായവനെ സ്തോത്രം ചെയ്യുന്നു. ദൈവപിതാവേ എന്നുടെ ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങുന്നു തിരുമുന്നിനിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങുന്നു തിരുമുന്നിനിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ നീ യോഗ്യനാം. യേശുവേ നാഥ കർത്തനാം രക്ഷകനേ, തന്മറരാ പകൽ വാഴ്ത്തിയിടുന്നു.
നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും ആരാധ്യനാം നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും അങ്ങാരാധ്യനാം നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനും നീ യോഗ്യനാ പാവനാത്മാവേ ആശ്വാസപ്രദനേ ദൂതന്മാരാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിലിന്നേരം ആരാധ്യനാം നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം നീ ആരാധ്യനാം പരിശുദ്ധൻ നീയെന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനും നീ യോഗ്യനാ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ നീ എന്നും യോഗ്യൻ നീ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനും നീ യോഗ്യനാ നീ എന്നും യോഗ്യൻ നീ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാടേ യോഗ്യനാ സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനും നീ യോഗ്യനാ ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ആഹാഹാലേലുയ 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 ആഹാലേലുയ
ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും സർവശക്തനായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. എഫേസ്യ ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. പോൾ, an apostle of Christ Jesus, by the will of God, to the saints who are at Ephesus and who are faithful in Christ Jesus. ഈ ലേഖനം എഫേസോസിലുള്ള വിശ്വാസികൾക്കാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. പൗലോസ് തന്നെ വിശേഷിപ്പിക്കുന്നത് ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. ഏതെങ്കിലും സംഘടന അദ്ദേഹത്തെ അപ്പസ്തോലനായി നിയമിച്ചതല്ല. ഇനി സ്വന്തം ഇഷ്ടത്താൽ എനിക്കൊരു പാസ്റ്ററാകണം, എനിക്ക് ഒരു വേദിയിൽ മൈക്ക് പിടിച്ച് വല്ലാത്തൊരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ച് കാണികളെ ത്രസിപ്പിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം കൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റെടുത്തതല്ല. അദ്ദേഹം പറയുന്നത് ദൈവ തിരുമനസ്സിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. ക്രിസ്തു 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ പൗലോസില്ല. എന്നാൽ പിന്നീട് പൗലോസും അപ്പസ്തോലനായി. പൗലോസിനെ യേശു ക്രിസ്തു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. സ്വർഗീയ ദർശനം നൽകി തിരഞ്ഞെടുത്തു. ക്രിസ്തു തൻ്റെ ശിഷ്യരെ, അപ്പസ്തോലന്മാരെ തൻ്റേതാക്കി മാറ്റി. ഈ ലോകത്തിൽ നിന്ന് അവരെ ഈ ലോകത്തിൻ്റെ ഭാഗമാകാതിരിക്കുവാൻ വിളിച്ച് വേർതിരിച്ചു. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരോട് ക്രിസ്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തും. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ സാധാരണ വ്യക്തികളായിരുന്നു. ക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാനുഷിക ബുദ്ധിയിൽ അവർക്ക് ഓർക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ ശക്തി വന്നു. അപ്പോൾ ക്രിസ്തു പറഞ്ഞതെല്ലാം അവർക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മയിൽ കൊണ്ടുവന്നു. ഒന്നും മറന്നുപോയില്ല. ഇതുപോലെ തന്നെ അപ്പസ്തോലനായ പൗലോസിനെയും അപ്പോയിൻ്റ് ചെയ്ത് അപ്പസ്തോലനാക്കിയത് യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് പറയാനും എഴുതാനുമുള്ള സന്ദേശവും നൽകി. ഞാൻ ആരാണ്, എൻ്റെ ദൗത്യം എന്താണ്, ക്രിസ്തു എന്നെ എന്താക്കി തീർത്തിരിക്കുന്നു, ആ ബോധ്യം അപ്പസ്തോലനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. ഇന്ന് അപ്പസ്തോലൻ എന്ന് അവകാശപ്പെടുന്ന പല നേതാക്കളുമുണ്ട്. പല സഭകളിലും ഞങ്ങൾ അപ്പസ്തോലന്മാരാണ് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് കേവലം അവകാശപ്പെടുക മാത്രം ചെയ്തവനല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസ്. എങ്ങനെയാണ് അപ്പസ്തോലനായ പൗലോസ് ഉണ്ടായത്? അദ്ദേഹം പറയുകയാണ്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും
അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഇന്ന് ചില പാരമ്പര്യ സഭകളിൽ 14, 15, 16 വയസ്സുള്ള കുട്ടികൾ ആ സഭയുടെ ശുശ്രൂഷകനാകുവാൻ വേണ്ടി ജീവിതം സമർപ്പിക്കാറുണ്ട്. ആ സഭ എന്ത് പഠിപ്പിക്കുന്നുവോ അത് എത്രമാത്രം ബൈബിൾ വിരുദ്ധമോ എന്തെങ്കിലും ആകട്ടെ, ആ സഭയെ ആയുഷ്കാലം മുഴുവൻ സേവിക്കുവാൻ വേണ്ടി, ആ സഭയെ സ്നേഹിച്ചും അനുസരിച്ചും, ആ സഭയിലെ പ്രബോധനങ്ങൾ വചനവിരുദ്ധമോ വചനത്തോട് ചേർന്ന് പോകുന്നതോ എന്തു തന്നെയായാലും സഭയെ സേവിക്കുവാൻ വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരുണ്ട്. കർത്താവിനെ സേവിക്കാനല്ല, സഭയെ സേവിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തോട് അവിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഞങ്ങളും അപ്പസ്തോലന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് വിശ്വാസികളെയും കബളിപ്പിച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക സഭയിൽ മാത്രമല്ല. അപ്പസ്തോലനായ പൗലോസ് യഥാർത്ഥ അപ്പസ്തോലൻ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെ, ഉപദേശങ്ങളെ, കൽപ്പനകളെ നമുക്ക് വിശ്വസിക്കാം. പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളുണ്ട്. ഇതൊന്നും പൗലോസിൻ്റെ മാനുഷിക ബുദ്ധിയിൽ വന്ന ലേഖനങ്ങളല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ വചനമാണ് ഈ 14 ലേഖനങ്ങളിൽ എല്ലാ കാലഘട്ടത്തേക്കുമുള്ള വിശ്വാസികൾക്കായി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് കർത്താവിൽ നിന്ന് അദ്ദേഹം നേരിട്ട് പ്രാപിച്ചതാണ്. പൗലോസ് ഒരിക്കലും മറിയം ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നോ, മറിയം സഹരക്ഷകയാണ് എന്നോ, മറിയം അമലോത്ഭവയാണ് എന്നോ, മറിയം പാപമില്ലാത്ത പരിശുദ്ധയാണ് എന്നോ പ്രഖ്യാപിച്ചില്ല. എല്ലാവരും അരമണിക്കൂർ നേരം എല്ലാ ദിവസവും മറിയത്തോട് അപേക്ഷിക്കണം. മറിയം സഹമധ്യസ്ഥയാണ്, മറിയം സഹരക്ഷകയാണ്, മറിയം ദൈവത്തിൻ്റെയും അമ്മയാണ്, അതുകൊണ്ട് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കണം. ഇങ്ങനെയുള്ള യാതൊരു ഉപദേശങ്ങളും പൗലോസ് നൽകിയില്ല. എന്നാൽ പിന്നീട് പൗലോസിൻ്റെ എല്ലാ കാലഘട്ടത്തിന് ശേഷം 4-ാം നൂറ്റാണ്ട് മുതൽ അപ്പസ്തോലന്മാരായ പൗലോസും പത്രോസും യാക്കോബും യോഹന്നാനുമൊക്കെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന യഥാർത്ഥ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങളും അപ്പസ്തോലന്മാരാണ്, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവുണ്ട്, ഞങ്ങൾ പറയുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങൾ വിശ്വാസികളെല്ലാം ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം, ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദുരുപദേശങ്ങൾ പൗലോസും പത്രോസും 4 സുവിശേഷങ്ങൾ എഴുതിയ ലേഖകരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി പലതും പ്രചരിപ്പിച്ചു. അതിനെ വിശ്വാസ പ്രഖ്യാപനങ്ങളായി അംഗീകരിക്കുവാൻ ജനത്തെ നിർബന്ധിച്ചു. AD 431 എഫേസോസ് കൗൺസിലിൽ വെച്ച് മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായി, ദൈവമാതാവായി ചിലർ അംഗീകരിച്ചത്. അത് വലിയ ദൈവദൂഷണമാണ്. ദൈവത്തിൻ്റെ അമ്മ, ദൈവത്തിനൊരമ്മ ഉണ്ടാകണമെങ്കിൽ ദൈവം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അമ്മ ഉണ്ടാകണം. കാരണം മകനല്ലല്ലോ, ആദ്യം അമ്മയാണല്ലോ ഉണ്ടാകേണ്ടത്. ബൈബിൾ എവിടെയും മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. എലിശബത്ത് മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിച്ചില്ല, തമ്പുരാൻ്റെ അമ്മ എന്ന് വിളിച്ചില്ല, സൃഷ്ടാവിൻ്റെ മാതാവ് എന്ന് വിളിച്ചില്ല. പിന്നെയോ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് വിളിച്ചത്. മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ അമ്മ. എന്നാൽ ദൈവപുത്രനായ യേശുവാകട്ടെ മറിയം ജനിക്കുന്നതിന് മുമ്പ്, ഉലകസ്ഥാപനത്തിന് മുമ്പ്, അബ്രാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. നിത്യത തൊട്ട് നിത്യത വരെയും യേശുവുണ്ട്, ആൽഫയും ഒമേഗയും. അങ്ങനെയുള്ള യേശുവിൻ്റെ അമ്മയാകുവാൻ ഒരിക്കലും മറിയത്തിന് സാധിക്കുകയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, മനുഷ്യനായി വന്ന യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം. ആ ദൈവപുത്രൻ കർത്താവാണ്, നമ്മുടെ രക്ഷിതാവാണ്. അതുകൊണ്ട് ഈ ലേഖനത്തിലും യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്കും മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കാം.
എന്നാൽ ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കുമ്പോൾ അത് ദൈവദൂഷണമാണ്. അതുപോലെ തന്നെ അമലോത്ഭവ, പാപം ചെയ്യാത്ത പരിശുദ്ധ, ദൈവം മാത്രമാണ് പരിശുദ്ധൻ. എന്നാൽ ദൈവം മാത്രമല്ല, മറിയയും പാപം ചെയ്യാത്ത പരിശുദ്ധയാണ് എന്ന് പറയുമ്പോൾ അത് വലിയ ദൈവദൂഷണമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് എല്ലാ മാനവർക്കും വേണ്ടിയാണ്, അവരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു എന്നാണ് തിരുവചനം. മറിയയും ഒരു മനുഷ്യ സ്ത്രീയാണ്, സൃഷ്ടിയാണ്. മറിയ യേശുവിനെ പ്രസവിച്ചതിന് ശേഷം തൻ്റെ അശുദ്ധി മാറ്റുവാൻ പാപപരിഹാര ബലി അർപ്പിക്കുന്നുണ്ട്. മറിയം പാപപരിഹാര ബലി അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യാതൊരു പാപവും ചെയ്യാത്ത പരിശുദ്ധയാണെങ്കിൽ എന്തിനാണ് തൻ്റെ അശുദ്ധി മാറ്റുവാൻ പാപപരിഹാര ബലി അർപ്പിക്കുന്നത്? മറിയം തൻ്റെ ശുദ്ധീകരണത്തിനായി ബലി അർപ്പിക്കുന്ന ആ കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിൽ ഒരു യഹൂദ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ തന്നെ അവൾ അശുദ്ധയാണ്. പിന്നീട് പാപപരിഹാര ബലികൾ നടത്തിയാലേ അവൾ ശുദ്ധയാകൂ. ഒരു പാപവും ചെയ്യാത്ത മറിയം ഒരു പാപവും ചെയ്യാത്തവളാണെങ്കിൽ എന്തിനാണ് പാപപരിഹാര ബലി മറിയം അർപ്പിച്ചത്? ഇനി മറിയം യാതൊരു പാപവും ചെയ്യാത്ത വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരിക്കലും മരിക്കയില്ലായിരുന്നു. ഇന്നും മറിയത്തെ നമുക്ക് ഈ ഭൂമിയിൽ ജീവനോടെ കാണാൻ സാധിക്കും. കാരണം എന്താണ്? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ആദം മരിച്ചു. കാരണം എന്താണ്? പാപം ചെയ്തു. ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും ജീവനോടെ കണ്ടേനെ ഈ ഭൂമിയിൽ. പക്ഷേ പാപം ചെയ്യാത്ത ഒറ്റ മനുഷ്യനുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു എന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ കാണുന്നത്. മറിയയും പാപം ചെയ്തു. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മറിയത്തിൻ്റെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. മറിയത്തിന് രക്ഷകനെ ആവശ്യമാണെന്ന് മറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ രക്ഷകനെ. എന്തിനാണ് പരിശുദ്ധയ്ക്ക് ഒരു രക്ഷകൻ? ദൈവം മാത്രമാണ് പരിശുദ്ധൻ. മറിയം പാപം ചെയ്തു, അതുകൊണ്ട് പാപപരിഹാര ബലി അർപ്പിച്ചു. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവേളയിൽ മറിയം അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ദൈവപുത്രൻ ക്രൂശിൽ മരിക്കുന്നത് എന്ന സത്യം അംഗീകരിക്കാതെ മറിയത്തിന് പാപക്ഷമ കിട്ടില്ല. എന്നാൽ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, പരിശുദ്ധയാണ്, യേശുവേ നീ ക്രൂശിൽ മരിച്ചതുകൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, ഞാൻ ദൈവത്തെ പോലെ തന്നെ പരിശുദ്ധയാണ്, നിന്റെ ക്രൂശ് മരണം കൊണ്ട് എനിക്കെന്താണ് ഗുണം? അങ്ങനെ നിഗളിച്ച് പറയുന്നൊരു സ്ത്രീയല്ല യഥാർത്ഥ മറിയ. അവൾ താഴ്മയുള്ളവളാണ് എന്ന് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മറിയം തന്നെ പറയുന്നുണ്ട്. താഴ്മയുള്ള ആർക്കും തന്നെ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ മറിയം പാപം ചെയ്യാത്ത പരിശുദ്ധയാണെന്ന് മറിയം മരിച്ചതിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ചിലർ അപ്പസ്തോലന്മാരാണെന്ന് വ്യാജമായി അവകാശപ്പെട്ട് ഒരു കൗൺസിൽ തീരുമാനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഇതുപോലെ 1950 മറിയം ഉടലോടെ സ്വർഗത്തിൽ പോയി. മറ്റൊരു വ്യാജം. അങ്ങനെ മറിയത്തിന് പദവികൾ കൊടുത്ത് ദൈവത്തെക്കാളും വലിയ അവസ്ഥയിൽ ഈ ദേവമാതാവിനെ എത്തിച്ചപ്പോൾ പിന്നെ ജനം യേശുവിനെ മറന്നു. അവർക്ക് ദേവമാതാവ് മതി, പരിശുദ്ധ അമ്മ മതി. മറിയമേ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറിയാരാധകരുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോഴാണ് ഇത് ഈ നിലയിൽ പോയാൽ അത്ര നല്ല പന്തിയല്ല എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നവംബർ 5-ാം തീയതി പോപ്പ് പറഞ്ഞു, മറിയം സഹരക്ഷകയല്ല, മറിയം മധ്യസ്ഥയുമല്ല, യേശു തനിയെ ലോകത്തെ രക്ഷിച്ചു. മറിയം സൃഷ്ടിയാണ്, മറിയത്തെ ആരാധിക്കരുത്. മറിയം സഹമധ്യസ്ഥയല്ല, മറിയം
യേശുവാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥൻ. മറിയം സഹരക്ഷകയല്ല എന്നും മറിയം സഹമധ്യസ്ഥയല്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ മറിയത്തെ ആരാധിക്കുകയും വണങ്ങുകയും കൊന്ത ചെല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകർക്കും വല്ലാത്തൊരു പരിഭ്രാന്തി അത് സമ്മാനിച്ചിട്ടുണ്ടാകും. ഇതുവരെ അവരുടെ ആശ്രയമായി കരുതിയ മറിയത്തിന് ഇത്തരം പദവികളൊന്നും ഇല്ല എന്ന് കേൾക്കുമ്പോൾ മറിയാരാധകരുടെ അവസ്ഥ എന്താകും? ഇക്കാര്യം പറഞ്ഞത് ഇതുപോലെ വചനവിരുദ്ധമായ മറിയാരാധന പ്രചരിപ്പിക്കാൻ വേണ്ടി ഓരോ പ്രഖ്യാപനങ്ങൾ ഇറക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു കള്ള അപ്പസ്തോലനല്ല വിശുദ്ധ പൗലോസ്. ഇന്ന് അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരുടെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിച്ചാൽ നാം അവരെ പോലെ കെണിയിൽപ്പെടും. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് എന്താണ്? ഗലാത്യ ലേഖനം 1-1 മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസും. നാം ധ്യാനിക്കുന്നത് എഫേസ്യ ലേഖനം 1-1 അവിടെയും പൗലോസ് പറയുന്നത് ദൈവ തിരുമനസ്സിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്, പോൾ, an apostle of Christ Jesus by the will of God. ഏതെങ്കിലും ഒരു സഭാ സംഘടനയുടെ അടിമയായി ആ സഭാ സംഘടനയുടെ ദുരാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കള്ള അപ്പസ്തോലനായിരുന്നില്ല പൗലോസ്. അതുകൊണ്ട് നാം വിശ്വസിക്കേണ്ടത് ഇന്നത്തെ കപട അപ്പസ്തോലന്മാരെയല്ല, ബൈബിളിൽ കാണുന്ന യഥാർത്ഥ അപ്പസ്തോലന്മാരെ നമുക്ക് 100% വിശ്വസിക്കാം. അപ്പസ്തോലന്മാർ നമുക്ക് തന്നിരിക്കുന്ന പ്രബോധനം അത് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ലേഖനങ്ങളിലുമെല്ലാം സമൃദ്ധമായി കാണാം. അവരുടെ യഥാർത്ഥ അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിന് നേരെ വിപരീതമായി ഇന്ന് കള്ള അപ്പസ്തോലന്മാർ, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളായി പൗലോസും മറ്റ് അപ്പസ്തോലന്മാരും പഠിപ്പിച്ച ഉപദേശങ്ങൾക്ക് നേരെ വിപരീതമായി പല കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും ജനത്തെ വഴിതെറ്റിക്കാറുണ്ട്. എന്നിട്ട് അവർ പറയും ബൈബിൾ അപൂർണമാണ്, ബൈബിൾ നിസ്സാരം, സഭയാണ് വലുത്. ഇങ്ങനെയുള്ള കള്ള അപ്പസ്തോലന്മാരുടെ പിടിയിൽ നിന്ന് ദൈവമക്കളായ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. ഇവിടെ പുതിയ നിയമത്തിൽ കള്ള അപ്പസ്തോലന്മാരുടെ കാര്യവും പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ ദൈവ തിരുമനസ്സിനാൽ ദൈവേഷ്ടപ്രകാരം അപ്പസ്തോലനായി, എന്നാൽ ദൈവേഷ്ടപ്രകാരമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമോ ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയോ അപ്പസ്തോലൻ എന്ന വ്യാജവേഷം ധരിച്ച് തിരുവചനത്തിൽ മായം ചേർക്കുന്ന ആളുകൾ 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. പൗലോസ് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-13 അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. ഇത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ളവർ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവർ ധാരാളമുണ്ട്. അവരുടെ പ്രഖ്യാപനങ്ങൾ, അവരുടെ മറിയാരാധന പരത്തുന്ന സിദ്ധാന്തങ്ങൾ, ബൈബിളിലെ യഥാർത്ഥ സ്നാനത്തിനെതിരായ ശിശുസ്നാനം, അതുപോലെ യഥാർത്ഥ അപ്പം മുറിക്കലിന് വിരുദ്ധമായ ചിലതരം ആവർത്തിച്ചുള്ള ബലികൾ, സ്വരൂപവണക്കം, അവരുടെ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഒരിക്കലും ദൈവമക്കളെ അതിൻ്റെ പുറകെ പോകരുത്. അപ്പസ്തോലനായ പൗലോസ് വിശ്വാസികൾക്ക്
വളരെ വ്യക്തമായ ഉപദേശം നൽകിക്കൊടുത്തിരുന്നു. അതിന് വിപരീതമായി ആര് പ്രസംഗിച്ചാലും, പൗലോസ് ഗലാത്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8 തൊട്ട്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. 1-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ അപ്പസ്തോലന്മാർ പൗലോസ് അടക്കം യഥാർത്ഥ ഉപദേശം ക്രിസ്തീയ വിശ്വാസികൾക്ക് നൽകി കഴിഞ്ഞു. ഇനി അതിനോടൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതിന് വിപരീതമായി പൗലോസും പത്രോസും പഠിപ്പിക്കാത്ത, ബൈബിളിൽ കാണാത്ത പുതിയ പുതിയ സിദ്ധാന്തങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളുമായി വരുന്നവരെ സൂക്ഷിക്കുക. അവർ വ്യാജ അപ്പസ്തോലന്മാരാണ്. വെളിപ്പാട് 2-ാം അധ്യായം 1 തൊട്ട്. എഫേസോസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക. വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. എഫേസോസ് സഭ, ആ സഭയിലെ വിശ്വാസികൾ ചെയ്തൊരു നല്ല കാര്യം, അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. എഫേസോസ് സഭ സ്ഥാപിച്ചത് പൗലോസാണ്. അദ്ദേഹം യഥാർത്ഥ അപ്പസ്തോലനാണ്. പക്ഷെ പിന്നീട് പൗലോസിൻ്റെ അഭാവത്തിൽ പല കള്ള അപ്പസ്തോലന്മാരും അവിടെ വന്നു. അവരെ ഈ കള്ള അപ്പസ്തോലന്മാരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവരുടെ വചനവിരുദ്ധങ്ങളായ ഉപദേശങ്ങളും ജീവിതവും. അതാണ് അവരെ കള്ള അപ്പസ്തോലന്മാർ എന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്നത്. ഇവിടെ എഫേസോസിലെ പൗലോസ് എഫേസോസ് സഭ സ്ഥാപിച്ച അനേക വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വെളിപ്പാട് 2-ാം അധ്യായത്തിൽ എഫേസോസിലുള്ള സഭയുടെ ദൂതന് ദൈവാത്മാവ് ഇപ്രകാരം സന്ദേശം കൊടുക്കുന്നത്: അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. ഇത് ഓരോ വിശ്വാസിയും ഈ കാലഘട്ടത്തിൽ ചെയ്യണം. ഏത് സഭയിലുള്ള വിശ്വാസിയാകട്ടെ ഈ എഫേസോസിലെ വിശ്വാസികൾ ചെയ്തതുപോലെ ചെയ്യണം. ഞാനൊരു പാരമ്പര്യ സഭയിലാണ് ജനിച്ചു വളർന്നത്. അതിലെ അപ്പസ്തോലന്മാർ എന്ന് പറയുന്ന വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ, ആ സഭയുടെ ആചാരങ്ങൾ ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, അവർ വചനവിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് പറയുന്നത്. ബൈബിളിന് നേരെ വിപരീതമായ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥ സ്നാനത്തിനെതിരായ തെറ്റായ സ്നാനം, യഥാർത്ഥ കർത്തൃമേശയ്ക്ക് വിരുദ്ധമായ മറ്റൊരു കർത്തൃമേശ, അതുപോലെ തന്നെ സ്വരൂപവണക്കം ബൈബിൾ വിലക്കുമ്പോൾ സ്വരൂപവണക്കം പാപമല്ല എന്നുള്ള പഠനം, അതുപോലെ മറിയത്തിന് അനേക പദവികൾ, ബൈബിളിൽ എവിടെയും കാണാത്ത പദവികൾ കൊടുത്ത് മറിയത്തെ ദൈവത്തെക്കാളും ഉപരിയായി പ്രതിഷ്ഠിക്കുന്ന, ദൈവത്തിൻ്റെ മാതാവായി വരെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളും ഇതൊക്കെയായി കൊണ്ടു നടക്കുന്നവരുടെ ഇതുപോലുള്ള അനേക ഉപദേശങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇവർ യഥാർത്ഥ അപ്പസ്തോലന്മാരൊന്നുമല്ല. അപ്പസ്തോലന്മാരാണെന്ന് അവർ നടിക്കുകയാണ്. ഇവിടെ എഫേസോസ് സഭ എന്താണ് ചെയ്തത്? അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും
എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയിൽ മാത്രമല്ല ഈ കപട അപ്പസ്തോലന്മാർ ഉള്ളത്. പല സഭാ സംഘടനകളിലും ഈ കപട അപ്പസ്തോലന്മാരും അവരുടെ ഉപദേശങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കപട അപ്പസ്തോലന്മാരിൽ നിന്ന്, അവരുടെ വചനവിരുദ്ധങ്ങളായ വ്യാഖ്യാനങ്ങളിൽ നിന്നും, വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ നിന്നും, പാരമ്പര്യങ്ങളിൽ നിന്നും, അവർ പ്രചരിപ്പിക്കുന്ന വിശുദ്ധ പാരമ്പര്യം എന്നൊക്കെ പറയുന്ന ദൈവത്തിന് പ്രകോപനപരമായ ഭക്തിമാർഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വിശുദ്ധ ബൈബിളിൽ പൗലോസ് എന്താണ് എഴുതിയിരിക്കുന്നത്, പത്രോസ് എന്താണ് എഴുതിയിരിക്കുന്നത്, 4 സുവിശേഷത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അപ്പസ്തോല പ്രവർത്തനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ പുതിയ നിയമം നന്നായി മനസ്സിലാക്കുകയും ഈ വ്യാജ അപ്പസ്തോലന്മാരുടെ പ്രബോധനം വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് അവരുടെ പ്രബോധനം എത്രയോ വ്യാജമാണ് എന്ന് തിരിച്ചറിയുകയും വേണം. അതിന് മനസ്സിലായെങ്കിൽ ഈ വ്യാജ അപ്പസ്തോലന്മാരെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരോടുകൂടെ നാശത്തിലേക്ക് പോകാനേ സാധിക്കും. എന്നാൽ എഫേസോസ് സഭ, അതിലെ വിശ്വാസികൾ ചെയ്തതെന്താണ്? വെളിപ്പാട് 2:1 തൊട്ട് എഫേസോസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക, വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നീ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. അയ്യോ, അവരെയൊന്നും ചോദ്യം ചെയ്യരുത്, അവർ അഭിഷിക്തന്മാരാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന അനേകർ വഴിതെറ്റിച്ച്, ഇങ്ങനെ ചിന്തിക്കുന്ന അനേകർ കബളിപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവിൽ നിന്നും അവിടുത്തെ വചനത്തിൽ നിന്നും അകറ്റി മറ്റൊരു ഭക്തിമാർഗം പ്രചരിപ്പിക്കുവാൻ ഈ കപട അപ്പസ്തോലന്മാർക്ക് പ്രേരണ കൊടുക്കുന്നത് എന്താണ്? അത് ആദത്തെയും ഹവ്വയെയും വഴിതെറ്റിച്ച ആ പഴയ സർപ്പം തന്നെയാണ്. അല്ലാതെ അഭിഷേകമാണ് അവരിൽ വ്യാപരിക്കുന്നത് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെങ്കിൽ ഒരിക്കലും വചനവിരുദ്ധങ്ങളായ അവിശ്വാസ പ്രഖ്യാപനങ്ങൾ ഒരു നേതാവിനും പ്രഖ്യാപിക്കാൻ പറ്റില്ല. കാരണം ക്രിസ്തു പറഞ്ഞത്, സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. എന്താണ് സത്യം? വചനം. ദൈവത്തിൻ്റെ വചനമെന്ന സത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുക. അതുകൊണ്ട് യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ ഒരുവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സഭാ നേതാവ് യഥാർത്ഥ പരിശുദ്ധാത്മാവിനെയാണ് പ്രാപിച്ചിട്ടുള്ളത് എങ്കിൽ, യഥാർത്ഥ അപ്പസ്തോലനാണ് അദ്ദേഹം എങ്കിൽ, ലോകത്തിൽ ഇന്ന് കാണുന്ന വചനവിരുദ്ധങ്ങളായ, ബൈബിളിന് വിരുദ്ധമായ പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജപങ്ങൾ, അവയുടെ പിടിയിൽ നിന്ന് വിശ്വാസികളെ വിമോചിപ്പിച്ച് ബൈബിളിൽ ഇതാണ് എഴുതിയിരിക്കുന്നത്, അതിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞ് വിശ്വാസികൾ അകപ്പെട്ടിരിക്കുന്ന കെണികളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. നാം പഠിക്കുന്നത് എഫേസ്യ ലേഖനമാണ്. 1-ാം അധ്യായം 1-ാം വാക്യം വീണ്ടും വായിക്കുന്നു. പോൾ, an apostle of Christ Jesus, by the will of God, to the saints who are at Ephesus and who are faithful in Christ Jesus. ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്? വിശുദ്ധർക്ക്. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികൾ അഥവാ വിശ്വസ്തന്മാർ, അവർക്കാണ് എഴുതുന്നത്. വിശുദ്ധർക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ വിശുദ്ധരായത്? നമുക്കറിയാം. പൗലോസ് അല്ല ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. പൗലോസ് പ്രഖ്യാപിച്ചതുകൊണ്ടോ പത്രോസ് പ്രഖ്യാപിച്ചതുകൊണ്ടോ ആരും വിശുദ്ധരാകില്ല. യേശുവിൻ്റെ രക്തത്താൽ പാപക്കറകളെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു. ഈ വിശ്വാസികളെ വിശുദ്ധരാക്കിയത് മനുഷ്യരാരുമല്ല, അവരുടെ പ്രഖ്യാപനവുമല്ല, ഒരു സഭാ നേതാവുമല്ല. കാരണം ഒരു സഭാ നേതാവിനും ഒരു വ്യക്തിയെയും വിശുദ്ധനാക്കുവാൻ, തൻ്റെ പ്രഖ്യാപനം വഴി അങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയില്ല.
ഇങ്ങനെ വിശുദ്ധനാക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറയുന്ന നേതാക്കൾ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ പാപക്കറകൾ കഴുകി അവർ തന്നെ യഥാർത്ഥ വിശുദ്ധ പദവിയിൽ എത്തുകയാണ് വേണ്ടത്. മറ്റുള്ളവരെ വിശുദ്ധരാക്കാനെന്നും അങ്ങനെ ഒരു പദവി കൊടുക്കാനെന്നും ഒരു മനുഷ്യനും ഇന്ന് ഭൂമിയിൽ സാധിക്കുകയില്ല. അത് സാധിക്കുന്നത് യേശുവിന് മാത്രം. അതിനു വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ സ്വന്തം രക്തം ചിന്തി മരിച്ചത്. റോമാലേഖനം 1:7 ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. പൗലോസ് തൻ്റെ മിക്ക ലേഖനങ്ങളിലും വിശ്വാസികളെ വിശുദ്ധർ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അവർ വിശുദ്ധരായത് അവരുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, യേശു ക്രിസ്തു അവരെ വിശുദ്ധരാക്കി, സൗജന്യമായി വിശുദ്ധരാക്കി. കൃപയാൽ അവർ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും. ഇനി 1 കൊരിന്ത്യർ 1:2 കൊറിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത് യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ വിളിച്ച് വേർതിരിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധൻ. 2 കൊരിന്ത്യർ 1:1 ദൈവ തിരുമനസ്സാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരൻ തിമോഥെയോസും കൊറിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്കും അഖായിയായിൽ എങ്ങുമുള്ള വിശുദ്ധർക്കും എഴുതുന്നത്. അഖായിയായിൽ എങ്ങുമുള്ള വിശുദ്ധർക്കും എഴുതുന്നത്. ദൈവമക്കളെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെ ഭാഗമല്ല. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യോഹന്നാൻ 17:14 അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു, എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ഇതാ എഫേസോസ് സഭയിൽ ചില വിശ്വാസികൾ, അവർക്കാണ് ഈ ലേഖനം. അവരിപ്പോൾ വിശുദ്ധരാണ്, വിശ്വാസികളാണ്, യേശുവിൽ വിശ്വസിച്ച വിശ്വാസികൾ. മാത്രമല്ല അവർ വിശ്വസ്തരാണ്. വിശ്വാസികൾ എന്നുള്ളതിന് ഫെയ്ത്ത്ഫുൾ എന്നും അർത്ഥമുണ്ട്. വിശ്വാസികളും വിശ്വസ്തരും അതുപോലെ വിശുദ്ധരും. എഫേസോസ് ആ പട്ടണത്തിലാണ് അർത്തിമീസ് ദേവിയുടെ മഹാക്ഷേത്രമുള്ളത്. പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ആ അമ്പലം. അവിടെ എല്ലാവിധ തിന്മകളും മ്ലേച്ഛതകളും ലൈംഗിക പാപങ്ങളും നിറഞ്ഞു നിന്നിരുന്നു, എല്ലാ വൃത്തികേടുകളും. എന്നാൽ അവിടെയുള്ള പ്രസിദ്ധമായ ആ ക്ഷേത്രത്തിലെ മൂകവിഗ്രഹം, ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതൊന്നും തിന്മയായി ആരും കരുതിയില്ല. എന്തുകൊണ്ട്? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. ആ പ്രതിമ ആ പട്ടണത്തിലുള്ള ജനങ്ങളുടെ വൃത്തികേടുകളും ആ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന മ്ലേച്ഛതകളും കണ്ടുകൊണ്ടിരുന്നു, പ്രതികരിക്കുന്നില്ല. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. വലിയ പ്രസിദ്ധമായ പട്ടണമായിരുന്നെങ്കിലും നിറയെ മ്ലേച്ഛതകൾ നിറഞ്ഞൊരു പട്ടണം. അങ്ങനെയുള്ള ആ എഫേസോസ് പട്ടണത്തിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു മുമ്പ് അശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നത്.
ഇനി അവർ ലോകത്തിൻ്റെതാകരുത്. ഇനി അവർ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. ഇനി അവർ പണ്ടത്തെ പോലെ വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്. അവരെ യേശുക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. ഇപ്പോൾ അവർ വിശുദ്ധ ജനമാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഇവർ ഇപ്പോൾ വിശുദ്ധരായിരിക്കുന്നു. യേശുവാണ് അവരെ വിശുദ്ധരാക്കിയത്. പണ്ട് ഇവർ അതിക്രമങ്ങളിലും പാപങ്ങളിലും ആത്മീയമായി മരിച്ചവരായിരുന്നു. ആത്മീയ ജീവൻ അവർക്കുണ്ടായിരുന്നില്ല, നിത്യജീവൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു അവരിൽ വന്നപ്പോൾ അവർ നിത്യജീവൻ്റെ അവകാശികളായി. ഇപ്പോൾ അവർ വിശുദ്ധരാണ്. വക്രതയും വഴിപഴിച്ചതുമായ ഈ ലോകത്തിൽ തന്നെയാണ് അവർ തുടർന്നും ജീവിക്കുന്നത്. എന്നാൽ ജീവന്റെ വചനം മുറുകെ പിടിച്ച് ലോകത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയിരിക്കണം, ഞാൻ ആരാണ്? ഞാൻ വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ. എൻ്റെ പഴയ അവസ്ഥ എന്തായിരുന്നു? ചേറ്റിലല്ലയോ കിടന്ന ദോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. 1 പത്രോസ് 1:18 തൊട്ട്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഒന്ന് കൊരിന്ത്യർ 6 അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുക. ഒരാൾക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6 അധ്യായം 17, 18, 19 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6 അധ്യായം 1 കൊരിന്ത്യർ 6 അധ്യായം 1 കൊരിന്തി 6 അധ്യായം 17 മുതൽ 19 വരെ വായിക്കുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഒന്ന് കൊരിന്ത്യർ 6 അധ്യായം 17 തൊട്ട്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. പണ്ട് ഈ എഫേസോസിലുള്ളവർ, അവർക്ക് എന്താണ് വിശുദ്ധി എന്നറിയുകയില്ല. അധർമ്മം നിറഞ്ഞ പട്ടണം. എന്നാൽ സുവിശേഷം കേട്ടു, ഇപ്പോൾ ഇവർ വിശുദ്ധരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരിൽ വസിക്കുന്നു. പണ്ട് ഇവർക്ക് വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം ആരും കൊടുത്തിരുന്നില്ല. അവരുടെ ചുറ്റും അവർ കണ്ടിരുന്നത് അധർമ്മവും ദുർനടപ്പുമാണ്, വിഗ്രഹാരാധനയാണ്. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. എന്നാൽ ഇപ്പോൾ അവർ ആരാണ്? പൗലോസ്
ഇപ്പോൾ അവർ ആരാണ്? ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്, എഫേസോസിലുള്ള വിശുദ്ധന്മാർ. ഇപ്പോൾ ദൈവം ഇവരെ വിളിക്കുന്നത് നിങ്ങൾ വിശുദ്ധന്മാരാണ്. മാത്രമല്ല ക്രിസ്തു യേശുവിൽ വിശ്വാസികളും വിശ്വസ്തരുമാണ്. ക്രിസ്തു ഇവരെ വിശുദ്ധരാക്കി. അത് ക്രിസ്തു ചെയ്തതാണ് സൗജന്യമായി. ഇനി ഇവർ പ്രായോഗികമായി വിശുദ്ധിയിൽ ജീവിക്കണം. ഇവരുടെ സ്വന്തം കർമ്മം കൊണ്ട് ഇവർ വിശുദ്ധ പദവിയിൽ എത്തിയതല്ല. ക്രിസ്തു ഇവരെ വിശുദ്ധരാക്കി, തൻ്റെ സ്വന്തം രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത പാരമ്പര്യം, ട്രഡീഷൻ, അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തമാണ് മോചിപ്പിച്ചത്. അവരെ കർത്താവ് വീണ്ടെടുത്തു. ഇനി ഇവർ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആ പട്ടണത്തിൽ എല്ലാവരും മാനസാന്തരപ്പെട്ടിട്ടില്ല. അവരുടെ നടുവിൽ ഇവർ വിശുദ്ധിയിൽ ജീവിക്കണം. അതിന് അവരെ സഹായിക്കുന്ന ഉപദേശങ്ങൾ ഈ എഫേസ്യ ലേഖനം, നാം പഠിക്കുന്ന എഫേസ്യ ലേഖനം, അതിൻ്റെ അവസാന അധ്യായങ്ങളിലെല്ലാം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ക്രിസ്തു നിങ്ങൾക്ക് വിശുദ്ധ പദവി തന്നു, ഇനി നിങ്ങൾ ഏത് രീതിയിൽ പാപത്തിൽ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുമെന്നല്ല പറയുന്നത്. ക്രിസ്തുവിനാൽ വിശുദ്ധ പദവി ലഭിച്ച എല്ലാവരും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം. നമുക്കൊരു 5 മിനിറ്റ് കർത്താവിനെ സ്തുതിച്ചതിന് ശേഷം വീണ്ടും വചനത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദി സ്തോത്രം പിതാവേ, നന്ദി. അങ്ങ് ചെയ്ത എല്ലാ യേശു കർത്താവേ, നന്മകൾക്കായി നന്ദി. സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ, നന്ദി. യഹോവയെ വാഴ്ത്തുക. വ്യർത്ഥവും അവിടുത്തെ ഉപകാരങ്ങളും പിതൃപാരമ്പര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ദൈവമേ, അങ്ങയുടെ മക്കള് അങ്ങയുടെ അവകാശികളുമാക്കി തീർന്നവർക്ക് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ദൈവേഷ്ടത്താൽ അങ്ങ് ഞങ്ങളെ വേർതിരിച്ചു എന്ന് ഓർത്തുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ. വാത്സല്യത്തോടെ ഓരോ ദിവസവും നടത്തുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി കർത്താവേ. രോഗങ്ങളുടെയും അപകടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ നടുവിൽ ഹൃദയത്തിനുള്ളിൽ സന്തോഷത്തോടെ, തൃപ്തിയോടെ, പ്രത്യാശയോടെ നടത്തുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. നശ്വരമാണെന്നും ഇത് നിലനിൽക്കത്തില്ല എന്നും ബോധ്യം ഉള്ളിൽ തന്ന് കർത്താവേ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. മായ ലോകത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക, അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതേ. ഹല്ലേലൂയ. ദൈവമേ, ലോകത്തിന്റെ വഴികളിൽ പാപത്തിന്റെ വയറ്റിൽ കിടന്ന് ഞങ്ങളെ അങ്ങ് കർത്താവേ തെരഞ്ഞെടുത്തുവല്ലോ. അതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഹല്ലേലൂയ. യേശു കർത്താവേ, നന്ദി. ദൈവമേ, പിതാവിന്റെ മടിയിൽ കർത്താവേ സ്വർഗീയ സൗഭാഗ്യങ്ങളെ എല്ലാം വിട്ട് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ. നന്ദി യേശു കർത്താവേ, നന്ദി. പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് ഓർത്ത്, അങ്ങയുടെ മഹാകൃപയിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആശ്വസിപ്പിച്ച് കൂടെ നിന്ന് കൈപിടിച്ച് ദൈവ വഴികളിൽ സത്യങ്ങളിൽ നടത്തുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ ഞങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഞങ്ങളെ ധൈര്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് നടത്തുന്നത് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളെ സ്വച്ഛമായ നദിയിലേക്ക് നടത്തി കർത്താവേ സമാധാനത്തോടുകൂടി
ഹാലലിയ. ഞങ്ങൾ ആയിരിക്കുന്നത് ഒക്കെയും ദൈവകൃപയാലാണ്, ദാനം ഞങ്ങൾ ചെയ്ത് വെടുത്തുകൊണ്ടല്ല, ഞങ്ങൾ ഞങ്ങൾ നടത്തുന്ന ഒടിഞ്ഞു കൃപയ്ക്കായിട്ട് പോകാതിരിക്കുന്ന അങ്ങേ അവിടുത്തെ സ്തുതി. ദയ ഒന്നുകൊണ്ട് മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ദൈവമേ, നന്ദി. ഹല്ലേലൂയ, നന്ദി ഹല്ലേലൂയ, പിതാവേ, നന്ദി. ഹല്ലേലൂയ. ദൈവത്തിന് യേശുത്താവേ, നന്ദി. സ്തോത്രം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, നന്ദി. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന, നന്ദി. ആരാധന, ആരാധന, നിത്യ ആരാധന അങ്ങേക്ക്. സ്നേഹത്താൽ ഞങ്ങളെ എല്ലാ സ്നേഹിച്ചുവല്ലോ. മഹത്വവും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ എല്ലാ സ്തോത്രവും പുകഴ്ചയും ദത്തെടുത്തല്ലോ കർത്താവേ, ബഹുമാനവും. സ്തോത്രം. ഹല്ലേലൂയ, നന്ദി ഹല്ലേലൂയ, പിതാവേ, നന്ദി. ഹല്ലേലൂയ, നന്ദി ഹല്ലേലൂയ, പിതാവേ. ഹല്ലേലൂയ, ഞങ്ങൾ നിലച്ചു ഹല്ലേലൂയ, പോകാനിടയാകരുതേ. ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ, മക്കളാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞു യേശുവേ ദൈവത്തിന്റെ സ്തോത്രം. കൃപയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആരാധനയും ഹല്ലേലൂയ. സ്തുതിയും നന്ദി ദൈവമേ. ബഹുമാനവും എല്ലാം നന്ദി അങ്ങേക്ക് ദൈവമേ. നാഥ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, അനാഥനെയും ഹല്ലേലൂയ, വിധവയെയും ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിപാലിക്കുന്ന ദൈവമേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. പട്ടിണി പാവങ്ങളെ കർത്താവിന് നിർത്തുന്ന സ്തോത്രം. ദൈവമേ. ഹല്ലേലൂയ. പൊടിയിൽ ദൈവത്തിന് മഹത്വം, കിടക്കുന്നവനെ ദൈവത്തിന് എഴുന്നേൽപ്പിച്ച് മഹത്വം. ഹല്ലേലൂയ. ദൈവങ്ങളുടെ കർത്താവിന് സ്തോത്രം. പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവമേ, ആരാധനയും അങ്ങയെ സ്തുതിയും സ്തുതിക്കുന്നു. ബഹുമാനവും എല്ലാം സ്വീകരിക്കുവാൻ രാജാക്കന്മാരെ യോഗ്യനായവന് സ്തോത്രം എടുത്തുകളയുകയും ചെയ്യുന്നു, സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു. നീ ആട്ടിടയനെ രാജാവാക്കുകയും ചെയ്യും. പരിശുദ്ധൻ, നീ അവേ, എന്നും ഹല്ലേലൂയ. സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും ആരാധനയും സ്തുതി സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ നീ യോഗ്യനാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാർ, ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം. നമ്മളും വിശുദ്ധന്മാരാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടത് മനുഷ്യർ മാത്രമായിരുന്നില്ല. ഇസ്രായേൽ ജനം ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനം ആയിരുന്നു. സമാഗമന കൂടാരം വിശുദ്ധമായിരുന്നു. ദേവാലയത്തിലെ പാത്രങ്ങൾ വിശുദ്ധമായിരുന്നു. അതുപോലെ തന്നെ ഓഫറിങ്ങുകൾ, ടൈത്ത്, ദശാംശം, ആർക്ക് ഓഫ് ദ കവനന്റ്, സാക്ഷ്യപേടകം, ഇങ്ങനെ പല കാര്യങ്ങളും പഴയ നിയമത്തിൽ വിശുദ്ധമായിരുന്നു. ദൈവവേല ചെയ്തിരുന്ന പുരോഹിതന്മാർ വിശുദ്ധരായിരുന്നു. അതായത് ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തികൾ, വസ്തുക്കൾ. പക്ഷേ പുതിയ നിയമത്തിൽ സാക്ഷ്യപേടകമില്ല, സമാഗമന കൂടാരമില്ല, ലേവ്യ പുരോഹിതന്മാരില്ല, ടൈത്ത്, ദശാംശമില്ല, ഓഫറിങ്ങുകൾ ഇല്ല. പുതിയ നിയമത്തിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായത് ഒന്നു മാത്രമാണ്. യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ദൈവത്തെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഒരു ക്രിസ്തീയ ദേവാലയ കെട്ടിടം പോലും വിശുദ്ധമല്ല. എന്നാൽ ദൈവമക്കൾ, അവരാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ് ഈ ഭൂമിയിൽ വിശുദ്ധമായിരിക്കുന്നത്. ജെറുസലേം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പട്ടണം, നഗരം, ഇതൊന്നും വിശുദ്ധമല്ല. ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഈ ഭൂമിയിൽ വക്രതയും കോട്ടവുമുള്ള, പിശാചിൻ്റെ സ്വാധീനമുള്ള ഈ ലോകത്തിൽ ദൈവത്തെ സംബന്ധിച്ച് ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ദൈവമക്കളാണെങ്കിൽ വിശുദ്ധരാണ്. അതായത് ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മളാണ് രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ വംശം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് പാപം ചെയ്ത് ജീവിക്കുവാൻ ദൈവം ലൈസൻസ് തന്നിട്ടില്ല. എഫേസോസിലുള്ള
രക്ഷിക്കപ്പെടാത്തവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? എഫേസോസിലുള്ള വിശുദ്ധരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? എഫേസോസിലെ സഭയിലെ വിശ്വാസികൾ ആരാധിക്കുന്നത് പരിശുദ്ധനായ കർത്താവിനെയാണ്. അവർ അനുഗമിക്കുന്നത് അവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച യേശു ക്രിസ്തുവിനെയാണ്. അവരെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എഫേസോസിലെ ചിലർ അന്യദൈവങ്ങളെ ആരാധിച്ചു. അന്യദൈവങ്ങൾക്ക് വിശുദ്ധിയില്ല. ആ ദൈവങ്ങൾ തന്നെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്നവർക്ക് ആ ദൈവങ്ങളുടെ സ്വഭാവമാണ് കിട്ടിയത്. എന്നാൽ ദൈവമക്കൾ ആരാധിച്ചിരുന്നത് പരിശുദ്ധനായ ദൈവത്തെയായിരുന്നു. അതുകൊണ്ട് എഫേസോസിലെ സഭയിലെ വിശ്വാസികൾക്ക് അവരാരാധിച്ചിരുന്ന പരിശുദ്ധനായ കർത്താവിൻ്റെ സ്വഭാവം കിട്ടി. അവർ വിശുദ്ധരാണ്. ഒരുവൻ ആരെയാണ് ആരാധിക്കുന്നത്? വാസ്തവത്തിൽ പരിശുദ്ധനായ ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം, വിശുദ്ധി ആ ഭക്തനിലും കാണും. ഇന്ന് ഭക്തന്മാർ, മതഭക്തന്മാർ ധാരാളം ലോകത്തിലുണ്ട്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെക്കാളും കൂടുതൽ ക്രൂരത ചെയ്യുന്നത് ഇന്ന് ചില പ്രത്യേക മതഭക്തരാണ്. യാതൊരു മതഭക്തിയും ഇല്ലാത്ത ആളുകൾ ചെയ്യുവാൻ മടിക്കുന്ന നീചകൃത്യങ്ങൾ പലപ്പോഴും മതഭക്തർ എന്ന് പറയുന്നവരാണ് ലോകത്തിൽ ചെയ്യുന്നത്. അതിന് കാരണം ഇതാണ്: പരിശുദ്ധനായ ദൈവത്തെ അല്ല ഒരുവൻ സേവിക്കുന്നത് എങ്കിൽ ഒരിക്കലും വിശുദ്ധ ജീവിതം ആ വ്യക്തിയിൽ കാണുവാൻ സാധിക്കുകയില്ല. എഫേസോസിലെ സഭയിലെ ജനങ്ങൾ അവർ സെയിൻസ് ആണ്, വിശുദ്ധരാണ്. പാവനനായ യേശു ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളാണ് ഇവർ അനുഗമിക്കുന്നത്. അതുകൊണ്ട് ഇവർ വിശുദ്ധരാണ്. മാത്രമല്ല, ഇവരെ പിതാവായി ദൈവം തെരഞ്ഞെടുത്തു. അതെന്തിനു വേണ്ടിയാണ്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാം ധ്യാനിക്കുന്ന ഈ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായം 3-ാം വാക്യം, 1-ാം അധ്യായം 3-4 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, നാം തൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എഫേസ്യ വിശ്വാസികൾ സ്നാനപ്പെട്ടു, വിശ്വാസികളാണ്. അവർക്കൊരു കാര്യം ബോധ്യമായി: ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്തു. അതെന്തിനു വേണ്ടിയാണ്? അശുദ്ധിയിൽ ജീവിക്കാനല്ല. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ, ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. ഇവർ വിശുദ്ധരാണ്, മാത്രമല്ല ഇവർ വിശ്വാസികളാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രേസ് ടു യു ആൻഡ് പീസ് ഫ്രം Paul, an apostle of Christ Jesus, by the will of God, to the saints who are at Ephesus and who are faithful in Christ Jesus. ക്രിസ്തു യേശുവിൽ വിശ്വസ്തരായവർക്ക്. ഇവർ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നപ്പോൾ, യേശുവിൽ വിശ്വസിച്ചപ്പോൾ പല പരിശോധനകൾ, ടെസ്റ്റുകൾ, സുവിശേഷ വിരോധികളുടെ എതിർപ്പുകൾ,
അവർ പിന്മാറിയില്ല, കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നു. ഒരു വിശ്വാസി എത്ര കാലം വിശ്വസ്തനായി നിൽക്കണം? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. അങ്ങനെ മരണപര്യന്തം വിശ്വസ്തനായി നിന്നാൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് വരൂ. ആ ക്ഷണം, ആ വിളി നമുക്ക് കേൾക്കാൻ കഴിയും. ഇനി എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരാം. ഒരാൾക്ക് 2-ാം വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഗ്രേസ് ടു യു ആൻഡ് പീസ് ഫ്രം ഗോഡ് അവർ ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. കൃപയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടം ആരാണ്? പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സകല കൃപാവരങ്ങളുടെയും ഉറവിടം മറിയമാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന, പഠിപ്പിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ കൃപകളുടെയും ഉറവിടം മറിയമല്ല എന്ന് മറിയഭക്തി പ്രചരിപ്പിക്കുന്ന നേതാക്കന്മാരുടെ നേതാവിന് തന്നെ പറയേണ്ടതായിട്ട് വന്നു. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവരുടെ മേൽ ദൈവം ചൊരിയുന്ന ദാനമാണ് കൃപ. എന്നാൽ മറിയമാണ് എല്ലാവർക്കും കൃപ നൽകുന്നത്. കൃപയുടെ സോഴ്സ് മറിയം എന്ന് പറയുമ്പോൾ അത് വലിയ ദൈവദൂഷണമാണ്. ഒരു വ്യക്തിയും കൃപയുടെ സോഴ്സ് അല്ല. കൃപയും സമാധാനവും വരുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ നിന്നും ആണ്. എന്നാൽ കൃപ വരുന്നത് മറിയത്തിൽ നിന്ന് വരുന്നു, എന്നാൽ കൃപ വരുന്നത് മറിയത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. മറിയത്തിന് കൃപ ലഭിച്ചു. ഒരാൾ നമുക്ക് അല്പം പണം തന്നു എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം നമ്മളാണോ പണത്തിൻ്റെ സോഴ്സ്? അദ്ദേഹം നമുക്കൊരു ഗിഫ്റ്റ് തന്നതാണ്. ഇതുപോലെ മറിയത്തിന് ദൈവം കൊടുത്തു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ഗബ്രിയേൽ പറഞ്ഞു. അല്ലാതെ നീയാണ് കൃപയുടെ ഉറവിടം എന്നല്ല പറഞ്ഞത്. ആർക്കാണ് കൃപ ലഭിക്കുക? മറിയത്തിൻ്റെ യോഗ്യത നോക്കിയല്ല കൊടുത്തത്. ഞാൻ പാപം ചെയ്യാത്ത പരിശുദ്ധയാണ്, അമലോത്ഭവയാണ് എന്നൊക്കെ മറിയം പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ദൈവകൃപ മറിയത്തിന് കിട്ടില്ല. അയോഗ്യർക്ക് യാതൊരു യോഗ്യതയും എനിക്കില്ല എന്ന് സമ്മതിക്കുന്നവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ നൽകുന്നു. അഹങ്കാരികളോട് അവിടുന്ന് എതിർത്ത് നിൽക്കുന്നുവെന്ന് പത്രോസിന്റെ ലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും ഉണ്ട്. എന്നാൽ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ പരിശുദ്ധനാണ്, പരിശുദ്ധയാണ്, എനിക്ക് കൃപ തരണം. അങ്ങനെ പറയുന്ന അഹങ്കാരികൾക്ക് കൃപ കിട്ടുകയില്ല. മറിയം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിയം പറയുന്നത്, ഞാൻ താഴ്മയുള്ളവളാണ്. താഴ്മയുള്ള ആരും തന്നെ ഞാൻ പാപം ചെയ്യാത്ത പരിശുദ്ധനാണ്, പരിശുദ്ധയാണെന്ന് പറയുകയില്ല. അവരുടെ ലംഘനങ്ങൾ അവർ ഏറ്റുപറയും, താഴ്മയോടെ ഏറ്റുപറയും. എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല കർത്താവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അങ്ങനെ താഴ്മയോടെ നിൽക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കും. അതുകൊണ്ട് കൃപയുടെ ഉറവിടം മറിയമല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഈ വിശ്വാസികൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. നേരത്തെ ഇവർക്ക് കൃപ കിട്ടിയിട്ടുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ.
യേശു ക്രിസ്തുവിലൂടെയാണ് ഈ ദൈവകൃപ ഇന്ന് നാം സ്വന്തമാക്കുന്നത്. നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്, കൃപയാൽ വിശ്വാസം വഴിയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്കാണ് ഈ ലേഖനം. എന്നാൽ ഇവർക്ക് ഇനിയും കൃപ ആവശ്യമാണ്. തക്ക സമയത്ത് കൃപയുടെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം നാം പാപം നിറഞ്ഞ, പ്രലോഭനങ്ങൾ നിറഞ്ഞ, ദുരുപദേശങ്ങൾ നിറഞ്ഞ, പിശാചുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ ദൈവകൃപ നമുക്ക് അന്ത്യം വരെ ആവശ്യമാണ്. മാത്രമല്ല, ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയോടെ ചെയ്തു തീർക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ്. പൗലോസ് സുവിശേഷത്തിന് വേണ്ടി ശക്തമായി പോരാടി. പൗലോസ് പറയുന്നത്, ഇത് ഞാൻ സ്വയമായി ചെയ്തതല്ല, എൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രമാത്രം അധ്വാനിച്ചത് മറ്റുള്ളവരെക്കാൾ. അപ്പോൾ ദൈവകൃപ എന്നുള്ളത് കേവലം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, അതാവശ്യമാണ്. രക്ഷിക്കപ്പെട്ടവർക്കും വിവിധ കാര്യങ്ങൾക്കായി ദൈവകൃപ ആവശ്യമാണ്. തക്ക സമയത്ത് കൃപ കിട്ടിയില്ല എങ്കിൽ പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ എഫേസോസിലെ വിശ്വാസികൾ വലിയ ധനികരൊന്നുമല്ല. പലരും ഭയന്ന് കഴിയുന്ന അവസ്ഥയാണ്. സുവിശേഷ വിരോധികളുണ്ട്, കഷ്ടത, പട്ടിണിയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ധാരാളം പണം കിട്ടട്ടെ, നല്ല വീടുകൾ ലഭിക്കട്ടെ, നല്ല ജോലി, വാഹനം കിട്ടട്ടെ, അങ്ങനെയല്ല പൗലോസ് പറയുന്നത്. അതിനേക്കാളൊക്കെ വലിയ രണ്ട് കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകണം. അതെന്താണ്? നമ്മുടെ കർത്താവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഗ്രേസ് ആൻഡ് പീസ്. കൃപയും വേണം, സമാധാനവും വേണം. നമുക്കും വേണം, സമൃദ്ധമായി വേണം സമാധാനം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ഈ ലോകം തരുന്നത് പോലെയല്ല, ക്രിസ്തു പറഞ്ഞു. ആ സമാധാനം ഈ എഫേസോസിലെ വിശ്വാസികൾക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ട് അവർ പ്രതിമകളെ ആരാധിച്ചിരുന്ന കാലത്ത്, വൃത്തികേടുകൾ ചെയ്ത് ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും ദൈവിക സമാധാനം അറിഞ്ഞിരുന്നില്ല. എന്നാൽ സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സമാധാനം നദി പോലെ കർത്താവ് അവർക്ക് കൊടുത്തു. എന്നാൽ അത് രക്ഷയുടെ ആദ്യ ദിനങ്ങളിൽ മാത്രം പോരാ. ജീവിതം എന്ന് തീരുന്നുവോ ഈ ഭൂമിയിൽ, അന്ന് വരെ സമാധാനവും ദൈവിക സമാധാനവും നമ്മിൽ പെരുകണം. ഇത് അസ്വസ്ഥത നിറഞ്ഞ ലോകമാണ്. എത്രയോ ആളുകളാണ് ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾ. ഞങ്ങൾക്ക് സമാധാനമില്ല, പണമുണ്ട്, പലതുമുണ്ട്, കുടുംബജീവിതമുണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല, സമാധാനമില്ല, അങ്ങനെ പറയുന്നവർ. എത്രയോ രാഷ്ട്രീയ നേതാക്കളാണ് സ്വസ്ഥതയില്ല, സമാധാനമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മളും ഈ അസ്വസ്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമക്കൾക്കെതിരെ എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുവിലെല്ലാം ഈ ലോകം തരുന്ന സമാധാനമല്ല, കർത്താവ് തരുന്ന സമാധാനം സമൃദ്ധമായി നാം അനുഭവിക്കണം. എബ്രായ ലേഖനം 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഈ കൃപാവരത്തിൻ്റെ സിംഹാസനം മറിയമല്ല. അങ്ങനെ പഠിപ്പിക്കുന്നത് ദൈവദൂഷണമാണ്. കൃപാവരത്തിൻ്റെ സിംഹാസനം സ്വർഗീയ പിതാവാണ്. ക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പണ്ട് ഇവർ പാപത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇവർക്ക് സമാധാനമില്ല. ഇന്നും ദുഷ്ടതയിൽ കാലം കഴിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് ഈ ദൈവിക സമാധാനം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏശയ്യ 57:20,
ഏഷ്യ 57:20. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എന്നാൽ ദൈവമക്കൾക്ക് കലങ്ങിമറിഞ്ഞ ലോകത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും അവരുടെ ഹൃദയത്തിനകത്ത് വലിയ സമാധാനം ക്രിസ്തു നൽകുന്നു. രോഗം വരാം, പ്രതിസന്ധി വരാം, എതിർപ്പുകൾ വരാം, നഷ്ടം വരാം, പട്ടിണി കിടക്കേണ്ട അവസ്ഥ, തിരസ്കരണം ഒക്കെ വരാം, തെറ്റിദ്ധാരണ, അപമാനം. അവരുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. അഥവാ ഒരു കൊടുങ്കാറ്റ്, സമാധാനക്കേടിൻ്റെ കൊടുങ്കാറ്റ് ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ ഇതാ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന കർത്താവ് അവൻ്റെ ഹൃദയത്തിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുകയാണ്. അക്ഷരാർത്ഥത്തിലുള്ള കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ യേശു, ഏതെങ്കിലും ദൈവ പൈതൽ ഹൃദയത്തിനകത്തുള്ള അസ്വസ്ഥത, ആ കൊടുങ്കാറ്റ്, അതുമായി നടക്കേണ്ട കാര്യമില്ല. കർത്താവ്, എൻ്റെ ഹൃദയത്തിലെ കൊടുങ്കാറ്റ് അങ്ങ് ശാന്തമാക്കണമേ, അങ്ങ് നൽകുന്ന സമാധാന സമൃദ്ധമായി ഈ നിമിഷം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ കൊടുങ്കാറ്റ് കർത്താവ് ശാന്തമാക്കും. മർക്കോസ് 4:37 തൊട്ട്. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. മത്തായി 8:25 തൊട്ട്. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും വലിയ ശാന്തത, പ്രതിസന്ധികളുടെ നടുവിൽ തന്നെ വലിയ ശാന്തത നമ്മുടെ ഹൃദയത്തിനകത്ത് നിറയ്ക്കാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനപ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഈ 1-2 വാക്യങ്ങൾ നമുക്ക് 2 തവണ ബൈബിൾ തുറന്ന് വായിക്കാം. ബൈബിളുള്ളവരെല്ലാം ഈ 2 വാക്യങ്ങൾ തുറന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-2. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിൽ ഉള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് ഈ തിരുവചനം ശ്രദ്ധയോടെ കേട്ട എല്ലാവരുടെ മേലും കൃപയും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയിലും കർത്താവ് വേണ്ടി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും ദൈവമേ അങ്ങയുടെ വചനം കേട്ട് കർത്താവെ ഒരിക്കൽ കൂടി കർത്താവെ വിശ്വാസത്തിൽ കർത്താവെ ചൈതന്യം പ്രാപിപ്പാനായിട്ട് കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനെ വചനം സംസാരിപ്പാനായിട്ട് ഇന്ന് ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ, വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ പിടിപ്പിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ദൈവമേ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിപ്പാനാണെന്ന് ഓർത്തുകൊണ്ട് കർത്താവെ അങ്ങയുടെ വലിയ ഭയത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ധാരാളം കൃപയും സമാധാനവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് അത് ദൈവഇഷ്ടത്താലാണെന്നും ഇനി ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടവരാണെന്നും മനസ്സിലാക്കി ജീവിപ്പാൻ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയോട് പറ്റിച്ചേർന്നത് അങ്ങുമായിട്ട് ഏകാത്മാവാകാനാണെന്നും ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് പോകാതെ ഞങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നും
കർത്താവെ ഓർത്ത് അങ്ങെന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇന്ന് പ്രബോധിപ്പിച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നല്ല മക്കളായിട്ട് കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കൃപയും സമാധാനവും മറ്റനേകർ അനുഭവിപ്പാൻ മറ്റനേകരുടെ ജീവിതത്തിലുണ്ടാകുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് അതിന് പൂർണ്ണമായിട്ട് സമർപ്പിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അതാണല്ലോ അങ്ങയുടെ ഇഷ്ടം. അതിനായിട്ട് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഓക്കെ, വീണ്ടും നമുക്ക് നാളെ കർത്താവ് അനുവദിക്കുന്ന പോലെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സാൻഡോ ഒഴിവുള്ളപ്പോഴൊക്കെ പങ്കെടുക്കണം കേട്ടോ. സാൻഡോ ഓക്കെ.